അത് സംബന്ധിച്ച് പോലീസിന് മുമ്പിൽ ഒരു പരാതി വന്നിട്ടുണ്ട്. പോലീസ് കൃത്യമായിട്ട് അത് അന്വേഷിക്കുകയും അതിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഏതാനും ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് കേസ് അന്വേഷണവുമായിട്ട് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം വളരെ നിഷ്പക്ഷമായിട്ടുള്ള കൃത്യമായ അന്വേഷണം അക്കാര്യത്തിൽ ഉണ്ടാവും, നടപടികളും ഉണ്ടാവും. ഇത്തരം സമര മാതൃകകൾ അല്ലെങ്കിൽ ഇത്തരം സമര രീതികൾ അവലംബിച്ച് സ്വയം അപഹാസ്യമായി പിന്നെ അതിനുശേഷം നടത്തുന്ന ന്യായീകരണങ്ങളാണിതൊക്കെ. നമ്മളെല്ലാവരും കണ്ടതാണ് അവിടെ ഏത് തരത്തിലുള്ള ഒരു സമരമാണ് അവിടെ നടന്നത് എന്നുള്ളത്. അത് തികച്ചും അപരിഷ്കൃതമായിട്ടുള്ള ഒരു സമര രീതി, പ്രത്യേകിച്ച് ഒരു വനിതാ വൈസ് ചാൻസലറുടെ ഒരു ശവമഞ്ചം ഒരുക്കുന്ന രീതിയിൽ ഒക്കെ സമരങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും യോജിക്കാൻ സാധിക്കാത്തത് തന്നെയാണ്. അത് വിവാദമായി ആ കാര്യത്തിൽ വലിയ തോതിലുള്ള വിമർശനം ഉയർന്നു വന്നപ്പോൾ അതിനുശേഷം ഉണ്ടാകുന്ന ന്യായീകരണങ്ങളാണ്. ന്യായീകരിക്കട്ടെ. ഇന്നലെ ഒരു വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലാണ് നിങ്ങൾ മാറ്റങ്ങളാണോ എന്ന് ചോദിക്കുക. വിദ്യാർത്ഥികൾ ഒരക്ഷരം മിണ്ടിയത് പോലും അങ്ങനെ അപഹാസ്യനായി ആ പ്രസംഗത്തിൽ നിന്ന് മടങ്ങുന്നതാണ്. അപ്പോൾ ഒരു VCക്ക് ചേർന്നതാണോ മോഹൻ കുന്നുമേലിന്റെ ഈ നടപടികൾ? ഒരിക്കലും വൈസ് ചാൻസലർമാർ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പരിപാടികളിലോ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. അതിനോട് ഒരു കാരണവശാലും നമ്മൾ യോജിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്കറിയാം കേന്ദ്ര സർക്കാരിനെതിരെ നീറ്റ് വിഷയത്തിൽ രാജ്യത്ത് നടന്ന വലിയ ശക്തമായിട്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സമരമാണ് നമ്മൾ ഏതാനും നാളുകൾക്ക് മുമ്പ് സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന പരാമർശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മുഖം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പരാമർശങ്ങൾ നടത്തി സ്വയം മുഖം വികൃതമാക്കുവാനായിട്ട് വൈസ് ചാൻസലർമാർ തയ്യാറാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിയമവിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമരത്തിലാണ്. അതിലെ ഈ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അനാവശ്യമായി പണം വാങ്ങുന്നു, അതിനുശേഷം വലിയ മാർക്കിലാണ് വിജയിക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ മാർക്കിൽ 1-2 മാർക്കിനല്ല അവർ വീണ്ടും വിജയിക്കുന്നത്. അപ്പോൾ അതൊരു ഗുരുതരമായ പ്രശ്നമല്ല, അവരുടെ ആവശ്യം ന്യായമല്ല. സമരം സംബന്ധിച്ച് സർവകലാശാലയോട് കൃത്യമായിട്ട് വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കുവാനും പ്രത്യേകിച്ച് അവർ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഈ സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ചുകൊണ്ട് ആ വിഷയങ്ങളിൽ പരിഹാരം കാണുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം വിദ്യാർത്ഥികളുമായിട്ട് സമരക്കാരുമായിട്ട് സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഞാനും അവരുമായിട്ട് നേരിട്ട് ആവശ്യമുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാൻ സന്നദ്ധമാണ്. വിദ്യാർത്ഥികളുമായിട്ട് ചർച്ച ചെയ്ത് അവരുന്നയിക്കുന്ന വിഷയങ്ങൾ ന്യായമായിട്ടുള്ള വിഷയങ്ങളാണ്. പല കാര്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് പരിശോധിച്ച് അതിനകത്ത് ആവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് അവർക്ക് പരീക്ഷകൾ എഴുതുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് കൃത്യമായിട്ടുള്ള മൂല്യനിർണ്ണയം നടക്കുക, അതിൽ പുനർമൂല്യനിർണ്ണയത്തിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന അപാകതകൾ അതൊക്കെ പരിഷ്കരിക്കാൻ അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ വൈസ് ചാൻസലർമാർ ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ ഉൾപ്പെടെ ഇത്തരം സാഹചര്യങ്ങൾ എല്ലാ സർവകലാശാലകളിലും ഒഴിവാക്കപ്പെടാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സർവകലാശാലകൾ സ്വീകരിക്കണം എന്ന് നമ്മൾ അവരുടെ മുമ്പിൽ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന ആളുകളിലും എല്ലാ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരീക്ഷാ കലണ്ടർ ഉൾപ്പെടെ ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് പരീക്ഷ നടത്തുന്നു, പരീക്ഷയുടെ റിസൾട്ട് വന്ന് ഇപ്പോൾ റീവാലുവേഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ സപ്ലിമെൻ്ററി പരീക്ഷയുടെ ഷെഡ്യൂൾ വരുന്നു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഭീമമായിട്ടുള്ള തുക കൊടുക്കേണ്ടി വരുന്നു. തുക കൊടുത്തതിന് ശേഷം ഇപ്പോൾ റിസൾട്ട് റീവാലുവേഷൻ വരുമ്പോൾ വലിയ വ്യത്യാസം മാർക്കിൻ്റെ കാര്യത്തിൽ അന്തരം ഉണ്ടാകുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ സർവകലാശാലകളും കൃത്യമായിട്ട് പരിശോധിച്ച് അതിനകത്ത് വളരെ സുതാര്യമായിട്ടുള്ള ഒരു സംവിധാനം. ഇപ്പോൾ ചില സർവകലാശാലകളിലൊക്കെ ഡബിൾ വാല്യുവേഷൻ ഉണ്ട്. അപ്പോൾ ഡബിൾ വാല്യുവേഷൻ ഉള്ള സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള പോരായ്മകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോൾട്ട് വരുന്നത് കുറവാണ്. അപ്പോൾ റീവാലുവേഷൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ സർവകലാശാലകൾ ആലോചിച്ച് അതിനകത്ത് ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കും.